നന്നായിട്ട് അധ്വാനിക്കുന്ന ചേട്ടനാണ്. തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി? നമ്മുടെ പാറശാല മണ്ഡലം എന്താണ് നിലവിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി? സുഹൃത്തുക്കളെ, ഒരു ചെങ്ങാതി അദ്ദേഹം അസലായിട്ട് അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ആ മരം ഇങ്ങനെ തോലൊക്കെ ചെത്തിക്കിനെ ക്ലീനാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പാറശാലയിലത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കുന്നു. ഇതിനു മുമ്പ് ഒരു വങ്കത്തരം പറച്ചിൽ ഒന്ന് കേൾപ്പിച്ചു തരാം. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത് വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുലി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പൊ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പൊ അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന്റെ വില കൂടിയെന്ന്. എന്തോ യവന്റെ ആവശ്യം എന്താ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ കാശ്. അവൻ എന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. പൂവല്ലേ, ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ അറിയാമല്ലോ. പക്ഷെ എന്നിട്ട് ഞാൻ എന്താ ഇത്ര ഈ 2 വർഷമായിട്ടും BJP വേദികളിലോ BJPയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത്? നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ്. രാമക്ഷേത്രത്തിന്റെ പരിപാടിയിൽ എനിക്ക് അവിടെ നിന്ന് അക്ഷതം കൊണ്ട് തന്ന സമയത്ത്, എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല. പോകാഞ്ഞതിന്റെ കാരണം, ഞാനൊരു ഹൈന്ദവവാദിയാണ്, ഞാനൊരു ഭാരതീയനാണ്, ഞാൻ എന്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച, എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് താണ്ട്രാ നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തിൽ ദാനിക്കുന്ന അഖിൽമാരാർ എന്ന് കാണിച്ചാൽ അത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാവും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് രണ്ടും 2 കാലഘട്ടത്തിലെ അഖിൽമാരാർമാരാണ്. ഒന്ന് ബിഗ് ബോസ് ജയിച്ച കാലഘട്ടത്തിലെ, രണ്ടാമത് കണ്ട വീഡിയോ ബിഗ് ബോസ് ജയിച്ച സമയത്തെ അഖിൽമാരാർ. അന്ന് അദ്ദേഹം BJPക്ക് എതിരായിരുന്നു, ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ രാമക്ഷേത്ര ആ ഒരു ഭൂമിയിലേക്ക് പോകാതിരുന്നത്? ഒരുപാട് മുസ്ലിം ജനതയ്ക്ക് എനിക്കൊക്കെ വോട്ട് ചെയ്ത് ഒരുപാട് വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത മുസ്ലിം ജനതയ്ക്ക് അത് വിഷമമാവുന്നതുകൊണ്ട് ഞാനൊരു മതേതരനാണ് എന്നൊക്കെ ഘോരം അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. സന്തോഷം, നല്ല കാര്യം. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ ഈ അടുത്ത കാലത്ത് വളരെ റീസെൻ്റ് ആയിട്ട് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വേണമെങ്കിൽ എടുത്തതാണ് നമുക്ക് പറയാം. അത്രയ്ക്ക് അടുത്ത വീഡിയോ ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരു മോഡി ഭക്തനാണ്. മോദിജി ഗ്യാസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കാട്ടിൽ പോയിട്ട് വിറക് പൊട്ടിക്കുന്ന സ്ത്രീകൾ പുലിയും കടുവും പിടിച്ച് മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ 350-600 cc ഒക്കെ ഉള്ള ചെറുപ്പക്കാർ മാത്രമാണ് നമ്മുടെ നാട്ടിൽ എണ്ണ അടിക്കുന്നത്, പെട്രോളെ അടിക്കുന്നത്. അല്ലാത്ത സാധാരണക്കാരൊക്കെ നടന്നു പോകുന്നവരാണ് എന്നീ തരത്തിലുള്ള വങ്കത്തര അരാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് ഈ അഖിൽമാരാർ എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഈ ചെങ്ങാതി ഒരു നിലപാടിൽ ഉറച്ചു നിന്നിട്ടില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഓന്ത് നിറം മാറുന്നത് ഇതിനേക്കാൾ ഭംഗിയോട് കൂടിയിട്ടാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഒപ്പം ഒരു ബിഗ് ബോസിലും പങ്കെടുക്കാത്ത ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ, ജനിച്ചന്ന് മുതൽ ഇനി ഒരു പക്ഷേ മരണം വരെ അധ്വാനിച്ച് മാത്രം ജീവിക്കാൻ സാധ്യതയുള്ള, അതിനപ്പുറത്തേക്ക് ജീവിതം ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുക പോലും ഉണ്ടാവില്ല, അങ്ങനെ സാധ്യതയുള്ള ഒരാളെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിങ്ങൾ കേൾക്കണം. എന്തൊരു ഭംഗിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കണോ? ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി? നമ്മുടെ പാറശാല മണ്ഡലം എന്താണ്? അദ്ദേഹം ജോലിയിലാ ശ്രദ്ധിക്കുന്നത്. നിലവിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി അതാര്? ഇപ്പൊ ഇവിടെ ഉള്ള മെമ്പറുകൾ അതാരാണ്? ചെയ്യും. പിന്നെ സംശയം തോന്നുന്നു, കാര്യത്തൊന്നറിയാം. എന്റെ കാഴ്ചപ്പാട് ഇവിടെ നോക്കൂ, ഈ മനുഷ്യന്റെ ഭാഷ ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞ രീതി ശ്രദ്ധിക്കണം. സ്പഷ്ടമാണ്, വൃത്തിയായിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് വേറൊരു മറുചോദ്യത്തിന് ഒരു അവസ്ഥ അവിടെ വരില്ല. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ, ആ ഒരു ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടു.
പല എംഎൽഎമാരെയും പല പദ്ധതികൾ അത് രൂപം കൊടുത്തു, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒന്നും എങ്ങും എത്തിച്ചില്ല. ഇയാളെ സംബന്ധിച്ച് പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിലൊന്നും കൊണ്ടുവന്നു കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു കക്ഷി പറഞ്ഞു, എനിക്കെന്തായിരുന്നു? ഞാൻ പറഞ്ഞു, എനിക്കല്ല, നാട്ടിൽ മൊത്തത്തിൽ വരുന്ന ഗുണം അയാളുടെ കഴിവിൽ പറ്റുന്നത് ചെയ്തു. ഒരു നടപ്പാലം കിട്ടാനാണ് കുമ്പിക്കലൊരുങ്ങി, അതും കഴിഞ്ഞില്ല. അയാളുടേതായ പരിശ്രമം സർക്കാർ അത് അനുവദിച്ചു, പണിയിച്ചു. അത് തന്നെ ഒരു മുഖച്ഛായയാണ്. പിന്നെ പോയിട്ട് റോഡുകൾ 96% പൂർത്തിയാക്കി. 1% കിടക്കുന്നത് എൻ്റെ വഴിയെ പൂർത്തിയാവും. കണ്ടില്ലേ എന്തൊരു വൃത്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാലം വന്നതിനെ കുറിച്ചിട്ട്, അത് എത്ര കാലമായി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട്, റോഡുകൾ എത്ര ശതമാനം പൂർത്തിയായി എന്നതിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് ഈ ചങ്ങാതി നന്നായിട്ട് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോ എങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ട് ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ അറിയാത്തൊരാളാണ് ഈ മലപ്പുറത്തുള്ള ആൾ. അങ്ങേ തലയ്ക്ക് പോയിട്ട് ഇതൊക്കെ കാണും കേൾക്കും നിങ്ങൾ വിചാരിക്കരുത്. അതേപോലെ തന്നെ അയാൾ കൂടെ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് അങ്ങേരെ കണ്ടൊരു കാര്യം ചോദിച്ചാൽ പറ്റുന്ന കാര്യമാണെങ്കിൽ അയാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കും അവിടെ ജാതിയോ ആസ്തിയൊന്നും അല്ല. ഈ വാർഡിലെ ഈ മണ്ഡലത്തിലെ ആൾക്കാർ പോയി പറയുമ്പോൾ അയാൾക്ക് പറ്റുന്ന കാര്യം ചെയ്യും. കാരണം ഒരാൾ ജയിക്കുന്നതിനോട് എനിക്ക് 100 മാർക്ക് ഇഷ്ടമാണ്. കേരളത്തിലെ എങ്ങനെ മൊത്തത്തില്? കേരളത്തിലെ ഇടതുപക്ഷം വരികയാണെങ്കിൽ ഇയാൾക്ക് കറക്റ്റായിട്ട് പാലക്കാരിക്ക് ഒരു മന്ത്രി കിട്ടും. കേരളത്തിൽ ഇടതുപക്ഷം വരുമോ? വീണ്ടും വരുമോ? വരും എന്നാണ്. കോൺഗ്രസിലാവില്ല ആരാളെ. അതൊരു ഗംഭീരമാണ്. ഇദ്ദേഹം LDF തന്നെയാണ് വീണ്ടും വരിക. കോൺഗ്രസ്സിൽ ആര് വരും? ആരാ വരാളെ? ആരാ ആളുകളായിട്ടുള്ളത്? ആരാ നേതാക്കന്മാർ? ഈ മനുഷ്യൻ്റെ വിഷൻ ഉണ്ടല്ലോ, അതിഗംഭീരമെന്ന് തന്നെ പറയണം. കോൺഗ്രസിലെ ഒരു പ്രഗത്ഭരം എന്ന് പറഞ്ഞാൽ ഇതിന് നേതൃത്വം വഹിക്കാൻ നേതാവ് ഉണ്ടായിരുന്നു. ക്ഷേമപെൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ. ഈ മാസം എത്ര? രണ്ടെണ്ണം ഉണ്ട്. 26-ാം തീയതി. എനിക്ക് പറയുന്നത് അല്ല, സത്യസന്ധനാണ്. എത്ര കൃത്യത പറഞ്ഞു? 26-ാം തീയതി 31-ാം തീയതി എന്ന് പറഞ്ഞു കേൾക്കുന്നു, പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ കണ്ടു. അതിന്റെ അതായത് 4000 രൂപ ഈ മറ്റേ ഇതൊക്കെ വരുന്നുണ്ട്, വിഷുവും അതെന്തൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അടുത്ത മാസത്തേക്കും കൂടെ ഒരു മാസം പണം കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അവര് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് പത്രത്തിൽ വാർത്ത വായിച്ചു. 26-ാം തീയതി അതിഥികളും ഈ മാസത്തെ 31-ാം തീയതി മുതൽ അടുത്ത ഗഡുവും തുടങ്ങും. അടുത്ത 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അടുത്ത മാസവും. അതായത് ഇലക്ഷന് മുമ്പ് എല്ലാവരുടെയും കയ്യിൽ 4000 രൂപ എത്തുന്നതാണ്. ഇലക്ഷന് 7-ാം തീയതി, ഇലക്ഷൻ 9-ാം തീയതി, 5-ാം തീയതിക്ക് അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. ഈ 2 മാസം ഇപ്പൊ പറയുമ്പോ ഞാൻ ഇത്ര സത്യസന്ധനല്ലേ? അപ്പൊ ഇടതുവർഷം വീണ്ടും 3-ാമതും ഭരണത്തിൽ വരുമെന്നാണ് കാഴ്ചപ്പാടാണ്. കാര്യം കോൺഗ്രസ് വരുമായിരുന്നു. അതിനകത്ത് ശരിക്കും ഒരു കേരള നിയമസഭയെ നയിച്ചു കൊണ്ടുപോകത്തക്ക കക്ഷികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ മാറി നോക്കാനുണ്ടായിരുന്നു. അതെ, എന്റെ പേരറിയില്ല. എന്റെ പേര് പാലയെന്നാണ്. പാലയൻ അവിടെ പാലയൻ ചേട്ടാ, നിങ്ങൾ പൊള്ളിയാണ്. നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ അല്ലേ എന്തൊരു സൗന്ദര്യമുള്ളതാണ്. കോൺഗ്രസ് വരില്ല, അതിന് മാത്രം തക്കതായിട്ടുള്ള നല്ല കക്ഷികളൊന്നും അവരുടെ കയ്യിലില്ല എന്ന് അദ്ദേഹം പറയുന്നതിനൊപ്പം തന്നെ പറയുന്നത് ഉണ്ടെങ്കിൽ ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല, അവർ വന്നോട്ടെ. നല്ല ഇതുപോലെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളുകൾ അതിലുണ്ടെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല, അവർ വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നത്. എത്ര വൃത്തിയായിട്ടാണ് ആ മനുഷ്യൻ രാഷ്ട്രീയം പറയുന്നത്. ഇന്ന് ഇതേപോലെ കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് തന്നെയാണോ അഖിൽമാരനെ പോലുള്ള ഡോക്ടർ റോബിനെ പോലുള്ള 2020 BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ പറയുന്നത്? അല്ല, ഇവർക്ക് രാഷ്ട്രീയം അറിയില്ല, പൊതുജനങ്ങളുടെ അവസ്ഥ അറിയില്ല, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അറിയില്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞും കണ്ടും കേട്ടും ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഗവൺമെൻറ്റിൻ്റെ മാസം മാസം കിട്ടുന്ന പെൻഷൻ വാങ്ങിക്കുന്ന ഒരാൾ കൂടിയാണ്. അതാണ് അത്ര സത്യസന്ധമായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ, എനിക്ക് 2 പെൻഷൻ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടുന്നു പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം കൂടി വരുന്നുണ്ട്. സോ ഇതാണ് സാധാരണക്കാരനായിട്ടുള്ള വിവരമുള്ള ഒരാളും എന്നാൽ എന്തൊക്കെ ബിഗ് ബോസിൽ വലിയ കിരീടം നേടി കേരളത്തിൻ്റെ അധിപനാണ് താനെന്ന് വിചാരിച്ച് നടക്കുന്ന അഖിൽമാരൻ തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം. ഇത് വലിയ വ്യത്യാസമല്ല, ഈ എന്താ പറയുക,
ചേനയും ചേമ്പുക അങ്ങനെയൊക്കെ പറയില്ലേ, അതല്ല, ആനയും ചേമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ചേട്ടൻ ആനയാ, മറ്റൊരു ചൊറിയൻ ചേമ്പാ. ബൈ.